ഹലോ എവരി വൺ, നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നാട്ടിൽ പോവാണ്. ബോഡി പാസ്സൊക്കെ കിട്ടി, ഗേറ്റിൽ വെയിറ്റ് ചെയ്യാണ്. അപ്പം ഇതൊരു സർപ്രൈസാണ്. വൈഫിന് സർപ്രൈസ് അല്ല, അവൾക്കറിയാം ഞാൻ വരുമെന്ന്. പക്ഷേ ഉമ്മാക്കും പാപ്പാക്കും ഇത് സർപ്രൈസാണ്. പിന്നെ യുവിക്കുട്ടൻ 1 മാസത്തിന് ശേഷം എന്നെ കാണുമ്പോൾ ഉള്ള യുവിക്കുട്ടൻ്റെ റിയാക്ഷൻ കാണാൻ ഞാനും ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ ജസ്റ്റ് ഡ്യൂട്ടി ഫ്രീയിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മേടിക്കാനും ഒക്കെ. പിന്നെ നാട്ടിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം പോകെ നമ്മളതെല്ലാം പറയുന്നതായിരിക്കും. ആക്ച്വലി മാരേജിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ നാട്ടിൽ പോകുന്നത്. 2.5 വർഷത്തിന് മുകളിലായി. ഈ മെയ് ജൂൺ ആകുമ്പോൾ 3 വർഷമാവും നാട്ടിൽ പോയിട്ട്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് വേറെയും ഉണ്ട്. ഇനിയിപ്പം നാട്ടിൽ പോയവരെല്ലാം പറയുന്നത് ഭയങ്കര ചൂടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം പോയി കഴിഞ്ഞിട്ട് വേണം. അങ്ങനെ വലിയ പ്ലാനുകളൊന്നുമില്ല. എങ്കിലും നാട്ടിൽ ചെല്ലുമ്പോൾ അറിയാമല്ലോ, ആകെ നമ്മൾ ഒത്തിരി ദിവസമില്ല, 1 മന്ത് കഷ്ടി, ഒരു 21 ഡേയ്സൊക്കെ നാട്ടിലുള്ളൂ. വേറൊരു പ്ലാനുണ്ട്, അത് നോക്കട്ടെ, ചെന്നിട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് നമുക്കത് കൺഫേം ആവും. അപ്പം പിന്നെ നമുക്കിനി ഫ്ലൈറ്റിൽ കയറിയിട്ട് കാണാം. ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി പോവാണ്. ഫ്ലൈറ്റിൽ കയറി ഒരുവിധം സെറ്റായിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഉറങ്ങണം എന്നാണ്. കാരണം ഇന്നലെ രാത്രി കിടന്നപ്പോൾ ഒത്തിരി ലേറ്റായിരുന്നു. ഇത് മെനഞ്ഞാന്നും കുറച്ച് പാക്കിങ്ങൊക്കെ ആയിട്ട് വലിയ ഉറക്കം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്ന് ഉറങ്ങണമെന്നുണ്ട്. പിന്നെ നോക്കട്ടെ, ഉറങ്ങാൻ പറ്റുകയാണെങ്കിൽ ഉറങ്ങണം. 7 മണിക്കൂറുണ്ടല്ലോ. ഞാനങ്ങനെ മൂവീസൊന്നും ഡൗൺലോഡ് ചെയ്തൊന്നും വെച്ചിട്ടില്ല. അപ്പം ഇനിയപ്പം നമ്മുടെ ഇടയ്ക്ക് ഫുഡ് വരുവാണെങ്കിൽ ഞാൻ കാണിക്കാം, അല്ലെങ്കിൽ നമ്മൾ ബഹ്റിനിൽ ചെന്നിട്ട് കാണാം. ഞാൻ ബഹ്റിനിലും എയർപോർട്ടിൽ ഇറങ്ങുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ടൊരു കൺഫ്യൂഷൻ എനിക്ക് അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ടൈം കിട്ടുവാണെങ്കിൽ കാണിക്കാം. നമുക്ക് ആകെ 2 മണിക്കൂർ മാത്രമേ അവിടെ ലേ ഓവറുള്ളൂ. അതിന് ശേഷം അവിടുന്ന് നാട്ടിലേക്ക്. ഓക്കെ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മളിതാ ബഹ്റിനിൽ ഇറങ്ങി. അവിടുത്തെ ചെക്കിങ് എല്ലാം കഴിഞ്ഞു. ഗേറ്റിലോട്ട് നടക്കണം. ഗേറ്റ് ഇതുവരെ ഏതാണെന്ന് അറിയത്തില്ല, പക്ഷേ അവിടുത്തെ ബോഡി പാസിൽ ഒരു ഗേറ്റ് നമ്പർ ഉണ്ട്. ഇനി അതിൻ്റെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് അറിയില്ല. കാരണം ഇവിടെ നമ്മൾ കുറച്ച് നേരത്തെ എത്തി. പറഞ്ഞിരുന്ന ടൈമിനെക്കാട്ടി ഒരു 45 മിനിറ്റ്സോളം നേരത്തെയാണ് വന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ടൈമുണ്ട് ഇവിടെ. അപ്പം ഞാൻ ചുമ്മാ ഡ്യൂട്ടി ഫ്രീയിലൊക്കെ ഇങ്ങനെ കറങ്ങി കിടക്കുക.
ഇവിടെ എത്തി. ഇനി എല്ലാം ഫ്രണ്ട് വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽപ്പുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് സർപ്രൈസ് ആവുമെന്നൊന്നും അറിയത്തില്ല. അപ്പം വീട്ടിൽ ചെന്നിട്ട് എങ്ങനെയാണെന്നുള്ളത് കാണാം. ഓക്കെ. ഇതാണ് അപ്പച്ചിയുടെ KFC. അങ്ങനെ സേഫായിട്ട് നമ്മൾ വീട്ടിലെത്തി. വിചാരിച്ച പോലെ തന്നെ ഉമ്മായും പാപ്പയും ഭയങ്കരമായിട്ട് സർപ്രൈസായി. കാരണം അവര് വിചാരിച്ചില്ല ഞാൻ വരുമെന്നാണ്. എൻ്റെ അടുത്ത് നിന്നല്ല അവരിങ്ങോട്ട് വന്നത്. അപ്പം ഉമ്മാക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു യുക്കിൻ്റെ ബർത്ത്ഡേ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞിരുന്നത് അവർ ബർത്ത്ഡേക്ക് മുമ്പേ തിരിച്ചങ്ങ് UK-ലെത്തും, അപ്പോൾ അവിടെയാണ് ബർത്ത്ഡേ എന്നൊക്കെ ആയിരുന്നു. അപ്പം ഞാനിവിടെ എത്തിയപ്പം അവർക്ക് മനസ്സിലായ ബർത്ത്ഡേ ഇവിടെ ആണ്. അപ്പം അതുകൊണ്ട് ഭയങ്കരമായിട്ട് അവർ ഒരു സർപ്രൈസായി. പിന്നെ യുവിക്കുട്ടൻ പിന്നെ ഇവിടെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ എൻജോയ് ചെയ്ത് നടന്നതുകൊണ്ട് ഞാൻ പ്രതീക്ഷ റിയാക്ഷൻ യുവിക്കുട്ടൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. പിന്നെ അപ്പം ഇനി യുവിക്കുട്ടൻ്റെ ബർത്ത്ഡേ വ്ളോഗുകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും.